അമേരിക്ക കാനഡ വാണിജ്യ തർക്കം രൂക്ഷമാകുന്നു. താരിഫ് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച US കാനഡ ചർച്ചകൾ നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. അമേരിക്കൻ കൊമേഴ്സ് പോർട്ടലുകൾക്ക് 3% നികുതി ചുമത്താനുള്ള കാനഡയുടെ നീക്കത്തെ തുടർന്നാണ് ചർച്ചകൾ നിർത്തിവെക്കുന്നത്. വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നു. ഐസൺ, US കാനഡയും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുന്നു. അത് പ്രത്യേകിച്ചും താരിഫ് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾ നിർത്തിവെക്കുന്നു എന്ന് അമേരിക്ക അറിയിക്കുകയാണ്. അതായത് അമേരിക്കൻ കൊമേഴ്സ് പോർട്ടലുകൾക്ക് 3% നികുതി ചുമത്താനുള്ള കനേഡിയൻ നീക്കം അത് തന്നെയല്ലേ അമേരിക്കയെ പ്രകോപിപ്പിക്കുന്നത്? ഐസൻ ജോസ്. തീർച്ചയായും വിനോദ്, ഈ പ്രകോപനം തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഭാഗത്തു നിന്ന് കടുത്ത നടപടിയിലേക്ക് നീങ്ങാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. നമുക്കറിയാവുന്നതാണ്, ആമസോൺ, അതുപോലെ തന്നെ ആപ്പിൾ, ഗൂഗിൾ തുടങ്ങിയ ഈ സർവീസ് പ്രൊവൈഡറും അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് പ്രൊവൈഡറുമൊക്കെയായി പ്രവർത്തിക്കുന്ന സെർച്ച് സംവിധാനങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ശക്തമായ രീതിയിൽ പ്രവർത്തിക്കുന്ന സംവിധാനങ്ങളാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന കമ്പനികളാണ്. ഈ കമ്പനികൾക്കാണ് 3% അധിക താരിഫ് ഏർപ്പെടുത്താൻ കാനഡ തീരുമാനിച്ചത്. അമേരിക്ക അടിസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് അധിക താരിഫ് ഏർപ്പെടുത്തുക എന്നൊരു നീക്കമാണ് നടത്തിയത്. ഈ നീക്കത്തിൻ്റെ ഭാഗമായി 3% താരിഫ് ഏർപ്പെടുത്തുക എന്ന തീരുമാനം തിങ്കളാഴ്ച മുതൽ നടപ്പാക്കാനുള്ളൊരു നീക്കമായിരുന്നു കാനഡയുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ പ്രശ്നം ഗൗരവതരമായി വരികയും ഈ കമ്പനികളെല്ലാം തന്നെ അവർക്ക് വർഷം തോറും $2 ബില്യൺ അധിക ബാധ്യതയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുമെന്ന ഒരു നിരീക്ഷണം, ഒരു നിഗമനത്തിലേക്ക് ആ കമ്പനികൾ തന്നെ അതിൻ്റെ എസ്റ്റിമേറ്റിലേക്ക് എത്തുകയും ചെയ്തത്. ഈ ഒരു സാഹചര്യത്തിൽ വലിയൊരു ബാധ്യത തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക് ഉണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നിലവിലെ വാണിജ്യ താരിഫ് സംബന്ധിച്ച എല്ലാ ചർച്ചകളും നിർത്തിവെക്കാനുള്ളൊരു തീരുമാനം ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, 25% അധിക താരിഫ് ഏർപ്പെടുത്തുന്നതിനുള്ള നീക്കം നടത്തിയിരുന്നു. ചില ഗുഡ്സിന് ഒഴിവാക്കി ചിലതിന് നടപ്പാക്കുകയും മറ്റ് പലതും സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. നമുക്കറിയാവുന്നതാണ്, മാർക്ക് കാർണിയുടെ തെരഞ്ഞെടുപ്പും കാനഡയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം നടപ്പാക്കുന്നത് നീട്ടിവെക്കുകയും തുടർ ചർച്ചകൾക്കുള്ള സാധ്യത ഒരുക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ നികുതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനമെടുക്കാൻ വൈകുകയും ചെയ്തത്. തിങ്കളാഴ്ച മുതൽ കാനഡ അധിക താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കം നടത്തുമ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചയോടുകൂടി തന്നെ കടുത്ത നടപടിയിലേക്ക് താരിഫ് ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുമെന്നൊരു നിലപാടാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ട്രംപ് ഇക്കാര്യം വിശദീകരിച്ചുകൊണ്ടുള്ള ട്രംപിൻ്റെ വീഡിയോയിലെല്ലാം കൃത്യമായി പറയുന്നതും ഇക്കാര്യം തന്നെയാണ്. അതായത് തങ്ങൾക്ക് ഇത്തരത്തിൽ വലിയ ബാധ്യത കാനഡയ്ക്കുണ്ടെങ്കിൽ കാനഡയുടെ ബാധ്യത ചുമക്കേണ്ട ഉത്തരവാദിത്തമില്ല, കാനഡയുടെ ബജറ്റ് ഡെഫിസിറ്റ് ഒന്നും ചുമക്കേണ്ട ഉത്തരവാദിത്തം അമേരിക്കയ്ക്കില്ല എന്നൊരു നിലപാടെല്ലാം തന്നെയാണ് അറിയിച്ചത്. ഈ വാണിജ്യ യുദ്ധം കുറേ കൂടി ശക്തമാകുന്നൊരു സാഹചര്യമാണ്. മെക്സിക്കോയ്ക്കും കാനഡയ്ക്കും ഇതുപോലെ ട്രംപ് അധികാരത്തിലേറ്റ നിമിഷം തന്നെ 25% നികുതി ഏർപ്പെടുത്തുമെന്ന വാർത്തകളെല്ലാം പുറത്തു വരികയും അത് പല രീതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് തുടരുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ തുടർ ചർച്ചകൾ നടത്തുന്നതിനുള്ള എല്ലാ സാധ്യതയും അടയ്ക്കുകയാണ് ഇപ്പോൾ ട്രംപ്. തിങ്കളാഴ്ച മുതൽ ഈ 3% അധിക താരിഫ് ഏർപ്പെടുത്തുകയാണ് ഈ ആപ്പിൾ, ആമസോൺ, അതുപോലെ തന്നെ ഗൂഗിൾ തുടങ്ങിയ സ്ഥാപനങ്ങൾക്കെല്ലാം എങ്കിൽ അത് വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് സാഹചര്യം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് നൽകുന്നത്. ഒരുപക്ഷേ ഇതിനൊരു കുറേ കൂടി ചർച്ചകളിലേക്ക് നീങ്ങുന്നതിനും താരിഫ് ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച് നീട്ടിവെക്കാനും കാനഡ നിർബന്ധിതമാകാവുന്നൊരു സാഹചര്യം തന്നെയുണ്ട്. നമുക്കറിയാവുന്നതാണ്, കാനഡയുടെ വൻതോതിലുള്ള സ്റ്റീൽ എക്സ്പോർട്ട് എല്ലാം തന്നെ വലിയ തോതിൽ നികുതി ചുമത്താനുള്ള നീക്കം അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് കാനഡയുടെ സാമ്പത്തിക രംഗത്തെ വീണ്ടും കലുഷിതമാക്കാനുള്ള അല്ലെങ്കിൽ അസ്ഥിരപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാട് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കടുത്ത നടപടികളുണ്ടാകും. ഇത്തരത്തിലുള്ള മഹത്തായ നികുതി സമ്പ്രദായം എന്ന പരിഹാസത്തോടെയാണ് ഇതിനെ പുതിയ കാനഡയുടെ നികുതി നിർദ്ദേശത്തെ അല്ലെങ്കിൽ നികുതി ഏർപ്പെടുത്താനുള്ള താരിഫ് ഏർപ്പെടുത്താനുള്ള നീക്കത്തെ ട്രംപ് വിശേഷിപ്പിക്കുകയും ചെയ്തത്. അതെ, വ്യക്തമാണ്. അമേരിക്ക കാനഡ വാണിജ്യ തർക്കം രൂക്ഷമാവുകയാണ്. താരിഫ് നിയന്ത്രിക്കുന്നത് സംബന്ധിച്ച US കാനഡ ചർച്ചകൾ നിർത്തിവെക്കുന്നതായി അമേരിക്കൻ പ്രസിഡന്റ് അറിയിക്കുന്നു. അമേരിക്കൻ കൊമേഴ്സ് പോർട്ടലുകൾക്ക് 3% നികുതി ചുമത്താനുള്ള കാനഡയുടെ നീക്കത്തെ തുടർന്നാണ് ചർച്ചകൾ നിർത്തിവെക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്.